അസ്സലാമു അലൈക്കും. ഞാൻ വോയിസിൽ വരാനുണ്ടായ കാരണം ഇപ്പോൾ റമദാനിൽ നടന്നു പോകേണ്ട സംഗതികൾ റമദാനിൽ തന്നെ പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ്. പറയാൻ ആഗ്രഹിച്ചിട്ടല്ല. കാരണം ഇപ്പോൾ നമ്മൾ ദാറുൽഹുദയിലൊരു ഹുദവി IAS ഒക്കെ കരസ്ഥമാക്കിയല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സത്താർ മുല്ലയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പെട്ടിക്കട, അദ്ദേഹത്തിൻ്റെ പഴയ പെട്ടിക്കടയിൽ നിന്ന് ഉത്ഭവിച്ച പിന്നെ കുട്ടികളാണ് ഇത്തരം വിജയങ്ങളൊക്കെ നേടുന്നത്. കാരണം അദ്ദേഹം കുടുങ്ങിയിട്ട് എന്തായാലും ദാറുൽഹുദയുടെ പേരയിൽ പറഞ്ഞിട്ടുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തില്ലല്ലോ, ദാറുൽഹുദയിലെ വിദ്യാർത്ഥി എന്ന്. ഉണ്ടടാ, റമദാനായിട്ടും അടങ്ങിയിരിക്കാതെ ഇബിലീസ് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷ്യം. മലക്കുകളുടെ ലക്ഷ്യമൊക്കെ അതാണ് ബദർ യുദ്ധം റമദാനിൽ തന്നെ നടന്നത്. അതുകൊണ്ട് റമദാനിൽ തന്നെ കിട്ടേണ്ടവർക്ക് റമദാനിൽ തന്നെ കൊടുക്കണമല്ലോ. ആകെപ്പോൾ ഒരു ഉദവിയാണുള്ളത് സത്താർ പന്തല്ലൂരിന്. മൂപ്പര് കുടുങ്ങിയിട്ട് നിൽക്കുകയാണ്. ഈ ഉദവിൻ്റെ പേര് പറയാതെ മൂപ്പർക്ക് ഒരു പോസ്റ്റ് ഇടാനും പറ്റണില്ല. ആകെപ്പോൾ ഒരു ദാറുൽഹുദ മൂപ്പർക്കുള്ളത്. ഇയാളെ വർത്തമാനം കേട്ടാൽ അങ്ങനെ തോന്നിപ്പോകും. എന്തെങ്കിലും ഒരു നന്മ ചെയ്തതൊക്കെ മറന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമക്കെതിരെ സമസ്തക്കെതിരെ പരസ്യമായിട്ട് ഇവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ പരിപാടി സംഘടിപ്പിച്ചതാണ്. അതൊക്കെ മറന്നിട്ട്, അതൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നന്മ കാണുമ്പോൾ അത് എടുത്തു പറയാൻ കാണിച്ച ആ ഒരു സത്താർ പന്തല്ലൂരിൻ്റെ മനസ്സുണ്ടല്ലോ, അതിനെ നിങ്ങൾ 1000 വട്ടം പ്രശംസിച്ചാലും മതിയാകൂല. മാത്രമല്ല, നിങ്ങൾ എത്ര തന്നെ കുമ്പിട്ട് കുമ്പസരിച്ചാലും ആ സത്താർ പന്തല്ലൂരിൻ്റെ മനസ്സ് അത് നിങ്ങൾക്കുണ്ടാവുകയില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അല്ലാതെ ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ പറയാനില്ലായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റുള്ള ബിരുദധാരികളുടെ നേട്ടങ്ങൾ പറയാനില്ലായിട്ടോ അല്ല. എന്തെങ്കിലും ഒരു നന്മ കാണുമ്പോൾ അത് ആരാണെന്ന് നോക്കാതെ പറയുക. അതാണ് സത്താർ പന്തല്ലൂർ കാണിച്ചിട്ടുള്ള മാതൃക. എന്നിട്ട് അതിനെപ്പോലും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് വിമർശിക്കുക. SKSFനും സത്താർ പന്തല്ലൂരിനൊന്നും IAS ഒന്നും ഒരു പുത്തരിയല്ല. കാരണം ഞങ്ങൾ 10 മുമ്പ് IAS ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയത്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ IAS ഇറക്കിയിട്ടുണ്ട് ചങ്ങായിമാരെ. നിങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു IAS കിട്ടുന്നത്. എന്നാലും വേണ്ടിയില്ല, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഇപ്പോൾ ഒരു ദീനീപരമായ നേട്ടമൊന്നുമല്ല, ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടെല്ലാം മതസ്ഥാപനങ്ങൾ ചേരുന്നത്. അങ്ങനെ ഒരു വശം അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു കുട്ടി അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ പ്രശംസിക്കുക. കാരണം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു IAS വരിക, അല്ലെങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരിക എന്നൊക്കെ നമ്മൾ പ്രശംസിക്കേണ്ട കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ മുഖം നോക്കാതെ പ്രശംസിക്കുകയും ചെയ്യും. അതാണ് സത്താർ പന്തല്ലൂർ ചെയ്തത്. നോക്കണം നിങ്ങൾ. പക്ഷേ ആകെപ്പോൾ അവിടെ ഒരു IAS എന്ന ധാരണ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്യാം. അതിനെപ്പോലും വിമർശിക്കുക. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് IAS ഇറക്കിയതാണ് SKSF. അവരിന്ന് മാന്യമായിട്ട് പല സ്ഥലങ്ങളിലൊന്ന് ജോലി ചെയ്യുന്നുണ്ട്. പഠിച്ചോ, കണ്ടുപഠിച്ചോ, ആരാണ് നിങ്ങൾക്ക് മാതൃക കാണിച്ചതെന്ന് എന്നൊക്കെ പഠിച്ചോ. തൊള്ള തുറന്നാൽ പോയത്തല്ലാതെ മറ്റൊന്നും ഇയാൾ പറയില്ല. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണം ഇനി അയാൾ പറയാൻ പോകുന്ന വിഡ്ഢിത്തങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ. വിഡ്ഢിത്തം മാത്രമല്ല, നല്ല അസൽ കോമഡി കൂടിയാണ് അയാൾ ഇനി പറയുന്നത്. അതൊന്ന് കേട്ട് നോക്കി. നമുക്കൊക്കെ അറിയാം, ഷംസുലമയും കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും, അവരെ കണ്ടിട്ടാണ് ഞാനൊക്കെ സമസ്തക്കാരനായത്. അവിടെ നിന്നിട്ടാണ് നമുക്ക് അറിയുന്ന നേതൃത്വം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ്. അപ്പോൾ അവർ കാണിച്ചു തന്നൊരു മാതൃകയും പാരമ്പര്യവും ഉണ്ട്. ആ പാരമ്പര്യത്തിൽ തന്നെ നമ്മളെ മക്കളെ നിലനിർത്തി, നമ്മളെപ്പോലെ തന്നെ, അതായത് ആ പാരമ്പര്യത്തിൽ തന്നെ നമ്മുടെ മക്കളും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും ചിന്തിക്കേണ്ടത്, ഹുദവി കോഴ്സ്, വാഫി കോഴ്സ്, ഈ 2 കോഴ്സുകളും കഴിഞ്ഞിട്ട് അതിൽ വല്ല കാരണവശാലും കിട്ടാതെ പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അടുത്ത കോഴ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഈ പാരമ്പര്യങ്ങൾ എപ്പോഴും പറയാറുള്ളത്, മറ്റ് പല സംഗതികളിൽ നിന്നും വരുന്ന കുട്ടികൾ എല്ലാം ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് നല്ലോണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദർസിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപറഞ്ഞേക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഉസ്താദുമാർ തന്നെയാണോ എന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ ഭാവിയിൽ ഈ പാരമ്പര്യ വിരുദ്ധരായി വരുന്നുള്ളതിൽ ഒരു തർക്കമില്ല. അതൊരു പക്ഷേ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്ക് വരെ അവരെ ചെന്നെത്തിക്കാൻ സാധ്യത കൂടുതലാണ്. കേട്ടില്ലേ? നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും വരെ ചെന്നെത്താൻ സാധ്യത കൂടുതലാണ്. ആര് ദർസിലേക്ക് ഉണ്ടാക്കിയാൽ.
ആരോടാണ് കാക്കങ്ങൾ ഈ പറയണത്? എവിടുന്നാണ് ഒരു കുട്ടി നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോയത്? അഷ്കർ അലി എന്ന് പറയുന്ന വ്യക്തി, ഇതൊന്നും ഞങ്ങൾ പറയണമെന്ന് വിചാരിച്ചാൽ പറയിപ്പിച്ചതാണ്. ഏതെങ്കിലും ഒരു പള്ളി ദർസിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് ഒരാൾ പോയിട്ടുണ്ടോ? കാണിച്ചു തരാൻ പറ്റും നിങ്ങൾ? എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പിന്നെ എവിടുന്നാണ് പോയത്? അഷ്കർ അലി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഏത് കോളേജിൽ നിന്നാണ് യുക്തിവാദത്തിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന തോന്നിവാസങ്ങൾ മൊത്തം വിളിച്ചു പറഞ്ഞത്? അവിടെ നടക്കുന്നത് ലൂത്ത് നബിൻ്റെ കാലത്ത് നടന്ന കുറ്റകൃത്യമാണ് എന്ന് പൊതു സാമൂഹ്യ മധ്യത്തിൽ വിളിച്ചു പറഞ്ഞത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ്? ഞങ്ങളെ കൊണ്ട് വല്ലാതെ പറയിപ്പിക്കേണ്ട. ഇടക്കാലത്ത് നിന്നുപോയ പള്ളി ദർസുകൾ ഇന്ന് കൂടുതൽ സജീവമാകുകയാണ്. എന്താണ് കാരണം? അറബി കോളേജുകളിലേക്ക്, പല കോളേജുകളിലേക്കും, എല്ലാ കോളേജിനും കുറ്റം പറയുന്നില്ല, പല കോളേജിലേക്കും വിടാനിന്ന് ജനങ്ങൾക്ക് പേടിയായി തുടങ്ങി. നല്ല നല്ല പള്ളി ദർസുകൾ തിരഞ്ഞ് ആ പള്ളി ദർസുകളിലേക്കാണിന്ന് കുട്ടികളെ അയക്കുന്നത് ജനങ്ങൾ. കാരണം പേടിയാണ്. കാരണം ഇത്ര ILF നടത്താനും MLF നടത്താനും ഒക്കെ ആണ് കുട്ടികളെ പറഞ്ഞേക്കുന്നത് എങ്കിൽ എന്തിനാണ് ഞങ്ങൾ ദീനി സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുന്നത് എന്നാണ് രക്ഷിതാക്കൾ ചോദിക്കുന്നത്. അവിടെ പറഞ്ഞയച്ച് കുടുങ്ങി എത്രയോ രക്ഷിതാക്കളുടെ വോയിസുകളൊക്കെ ഇതിന് ഇടം പുറത്തു വന്നില്ലേ? എന്നിട്ട് പള്ളി ദർസിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ജനങ്ങൾ ഇതൊക്കെ ബോധ്യമുണ്ട്. ജനങ്ങളിതൊക്കെ വാർത്തകളും മറ്റും പേക്കൂത്തുകളൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? യുക്തിവാദത്തിലേക്ക് പോയതൊരു വശത്ത്, അതിന് പുറമെ പരിശുദ്ധമായ ശരീഅത്തിനെ വരെ വിമർശിച്ചുകൊണ്ട് പുരുഷ കേന്ദ്രീകൃത ശരീഅത്താണ് ഇസ്ലാമിൻ്റെ ശരീഅത്ത് എന്ന് പരസ്യമായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ വ്യക്തി, അയാളിന്ന് ഹുദവിയ. അതിനുശേഷം അയാൾ എത്രയോ അവരുടെ മാസികയിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് ധാരാളം ലിബറൽ ഹുദവികൾ ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിലെയും പരിപാടികളിലെയും പ്രോഗ്രാമുകളിലെയൊക്കെ നിത്യസന്ദർശകരാണ്. അതിൻ്റെ ചിത്രങ്ങളും മറ്റൊക്കെ പുറത്തു വരുമ്പോൾ ഇതിനാണോ ദീനി സ്ഥാപനങ്ങൾ കൊണ്ടാക്കുന്നത് ബിദ്അത്തിൻ്റെ സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങാനും അതുപോലെ തന്നെ അവരെ വിളിച്ച് ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാനും ഒക്കെയാണോ? മാത്രമല്ല സിനിമ കട്ടിങ്സുകൾ വെച്ചിട്ട് ട്രോള് ചെയ്യുന്ന ഒരുത്തനെ വിളിച്ചിട്ട് സ്വന്തം സ്ഥാപനത്തിൽ വിളിച്ചിട്ട് അവൻക്ക് അവാർഡ് കൊടുത്ത ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ, സിനിമ കട്ടിങ്സുകൾ വെച്ചിട്ട് ട്രോള് ചെയ്യുന്ന പ്രശസ്ത ഒരു ട്രോളർ, അവനെ വിളിച്ചിട്ട് സ്വന്തം സ്ഥാപനത്തിൽ വിളിച്ചു വരുത്തി അവനക്ക് അവാർഡ് കൊടുത്ത ഒരു ദീനീ സ്ഥാപനം ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ ഏതാ? അത് ചമ്മാടുള്ളതാണ്. ഞങ്ങളെക്കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ മുനവ്വർ ഹുദവി എന്ന് പറയുന്ന കരുവാരക്കുണ്ട് ഭാഗത്ത് കാളികാവ് ഭാഗത്തുള്ള ഒരു ഹുദവിയെ ഹാദിയ സെൻറ്ററിലേക്ക് വിളിച്ചിട്ട് അവിടെ റൂമിൽ പൂട്ടിയിട്ടിട്ട് 5 ആൾ അവനെ ചോദ്യം ചെയ്ത് അവൻ്റെ മൊബൈൽ ഫോണും സർട്ടിഫിക്കറ്റും അതുപോലെ സനതും ഒക്കെ പിടിച്ചു വാങ്ങി ഒരു സംഭവം ഇപ്പോൾ അടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ടില്ല. എന്താണ് കാരണം? സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചു. സനത് പോലും പിടിച്ചു വാങ്ങാൻ ഇവർക്ക് അവകാശമുണ്ടോ? അവൻ്റെ ഫോണ് പിടിച്ചു വാങ്ങാൻ ഇവർക്ക് അധികാരമുണ്ടോ? അവനുമായിട്ടുള്ള ഫോൺ റെക്കോർഡ് എൻ്റെ ഫോണിലുണ്ട്. നിങ്ങൾ അധികം കളിച്ചാൽ അതൊക്കെ പുറത്തു വരും. എന്തെല്ലാം ക്രൂര പീഡനമാണ് ആ മുനവ്വർ ഹുദവി എന്ന് പറയുന്ന സഹോദരന് നേരെ ഇവർ നടത്തിയത്. പുറത്ത് നല്ല മാന്യന്മാരാണ്, എല്ലാവരും ചേർത്ത് പിടിക്കുന്നവർ, എല്ലാവരെയും ഒരുമിച്ച് പിടിക്കുന്നവർ. പക്ഷേ അകത്ത് നടത്തുന്ന ഇത്തരം തോന്നിവാസങ്ങൾ ഇത് ചെയ്തത് ഇവരുടെ സ്ഥാപനത്തിലല്ലേ? അതിൻ്റെ ഫോൺ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകാതെ പുറത്ത് വരും. കാരണം എന്താ അറിയോ? ഇത് പറയിപ്പിക്കുകയാണ്. കാരണം ഇയാൾ വാട്സപ്പിൽ ഒരു ടെക്സ്റ്റ് എഴുതി വിട്ടിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ആ ടെക്സ്റ്റ്. പാണക്കാട് സാദാത്യങ്ങൾ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഷജറകളുടെ നിയന്ത്രണത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ പ്രചരണം തുടർന്നാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ ചില സ്ഥാപനങ്ങളുടെ പേരെടുത്ത് തന്നെ പറഞ്ഞു വിമർശിക്കേണ്ടി വരും. അത് ഇല്ലാതിരിക്കാൻ ഷജറകളെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് സവിനയം ഉണർത്തുന്നു KPSK തങ്ങൾ. കണ്ട നിങ്ങൾ, പേരെടുത്ത് വിമർശിക്ക് ഞങ്ങളെ സ്ഥാപനങ്ങളെ. നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാണ്ടെങ്കിൽ പൊതുസമൂഹത്തോട് നിങ്ങൾ പറയും. അതാണ് ആണത്തം. ഞങ്ങൾ നിങ്ങളെ പേരെടുത്തിട്ട് തന്നെ വിമർശിക്കും. ഇതുകൂടി കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. മാത്രമല്ല ഇനി ആ ഫോൺ റെക്കോർഡ് കൂടെ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് പുറത്തു വിടാൻ പോവാണ്.
ദാറുൽ ഹുദയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സയ്യിദുൽ ഉലമ ദാറുൽ ഹുദയ്ക്ക് വരാത്തത്? ദാറുൽ ഹുദയിൽ സയ്യിദുൽ ഉലമ ക്ലാസ് എടുക്കാൻ വന്നിട്ട് എത്ര മാസമായി? കൃത്യം എത്ര മാസമായി? ജനങ്ങളറിയട്ടെ. അവിടുത്തെ കുട്ടികൾക്ക് ഈ വിഷയത്തിൽ അമർഷമുണ്ട്. അവർ ട്രോളായിട്ട് പറയുന്നുണ്ടത്രേ, സയ്യിദുൽ ഉലമ വന്നിട്ടില്ല ഈ നാസർ ഫൈസിനെ ഏൽപ്പിച്ചാളി. കുട്ടികൾക്ക് പോലും, ദാറുൽ ഹുദയത്തെ കുട്ടികൾക്ക് പോലും അമർഷാണ്. എന്താണ് സംഭവം? എന്തിനു ശേഷമാണ് സയ്യിദുൽ ഉലമ അവിടെ ക്ലാസ് എടുക്കാൻ വരാതിരുന്നത്? ആ കുട്ടികൾ എന്ത് പേച്ചു? അവർക്ക് സയ്യിദുൽ ഉലമയുടെ ശിഷ്യത്വം അത് കട്ട് ചെയ്തതിൻ്റെ പിന്നിൽ ആരാണ്? സയ്യിദുൽ ഉലമയെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ആദ്യം നടത്തിയ പരിപാടിക്ക് ശേഷമാണ് സയ്യിദുൽ ഉലമ ദാറുൽ ഹുദയിൽ ക്ലാസ് എടുക്കാൻ പോകാതിരിക്കുന്നത്. ഇതുവരെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടില്ല. നിങ്ങളറിയോ? ഈ വിവരങ്ങളൊക്കെ അറിയോ? ശ്രോതാക്കൾ അറിയണം, ഇതറിയണം, അന്വേഷിക്കണം, പഠിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ പുറത്തു വിടും. ഈ KPSK പോലുള്ള ഈ സുഹാബികളെ തൊള്ള നിങ്ങൾ കെട്ടുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തു വരും.